മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാണ്ട് 6 തിങ്കളാഴ്ചകളായിട്ട് പുരാണങ്ങളിലുള്ള ആചാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നത്. വേദങ്ങളിലുള്ള ആചാരങ്ങൾ, ബ്രാഹ്മണങ്ങളിലുള്ള ആചാരങ്ങൾ, ആരണ്യകങ്ങളിലുള്ള ആചാരങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഉപനിഷത്തുക്കൾ കഴിഞ്ഞ് വേദാംഗങ്ങൾ കഴിഞ്ഞ് പുരാണങ്ങളിലുള്ള ആചാരങ്ങൾ. ഇങ്ങനൊരു വിഷയം വരാൻ എന്തായിരുന്നു കാരണം? ആചാരങ്ങളുടെ സ്രോതസ്, സോഴ്സ് ഓഫ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, അത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലനേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൈസ്തവരുടെ ആചാരങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിന്നുമാണ് എടുത്തത്. മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ പഴയ നിയമത്തിൽ നിന്നും അതേപോലെ ഖുറാനിൽ നിന്നുമാണ് എടുക്കുക. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ആചാരങ്ങൾ ഒരു ഗ്രന്ഥത്തിലല്ല, അനവധി ഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആചരിക്കുന്നതായ കാര്യങ്ങൾ പുരാണത്തിലാണ് വിവരിക്കുന്നത്. ഞാൻ പുരാണത്തിൽ വിവരിക്കുന്ന പലതിനെയും കുറിച്ച് പറയേണ്ടായി. ഒരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചില പുരാണങ്ങളിൽ 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉള്ളതിൽ ചില പ്രത്യേക പുരാണങ്ങളിൽ അല്ലെങ്കിൽ പുരാണത്തിൽ ഒരു വിഷയം ഡീല് ചെയ്യുന്നുണ്ടാവും. അത് മറ്റൊരു പുരാണത്തിലുണ്ടാവില്ല. ഉദാഹരണമായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമോ നോക്കാം. ഗരുഡ പുരാണത്തിലെ 2ാം ഭാഗത്തിൽ, ഗരുഡ പുരാണത്തിലെ 2ാം ഭാഗത്തിൽ വിവരിക്കുന്നതായ ആചാരങ്ങൾ മറ്റ് ഒരു ഗ്രന്ഥത്തിലും ഇല്ല. ഭാരതീയമായ ഒരു ഗ്രന്ഥത്തിലും ഇല്ല. അതെന്താണ് വിവരിക്കുന്നത്? ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സനാതന ധർമ്മ വിശ്വാസികളും ആചരിക്കുന്നതായ മരണത്തിന് തൊട്ടു മുമ്പ് മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം 16 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രാദ്ധ കർമ്മങ്ങൾ, മാസിക ശ്രാദ്ധം, വാർഷിക ശ്രാദ്ധം തുടങ്ങിയ എല്ലാ ആചാരങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആചരിക്കുന്നതിൽ 90% ആചാരങ്ങൾ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലെ പിതൃമേധ സൂത്രത്തിലുള്ളതല്ല, മറിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അനുശാസിക്കാനായിട്ട് വിവരിച്ചിരിക്കുന്ന കഥാരൂപത്തില്, ആചരണ രൂപത്തില് അർത്ഥങ്ങളും സന്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ ജീവാത്മാവ് ഏതെല്ലാം വിധത്തിലൂടെ സ്വർഗ നരകങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന മക്കള്, ഭാര്യ, ഭർത്താവ്, സഹോദരന്മാര്, അച്ഛൻ, അമ്മ, അവരുടെ ആരാണോ മരിച്ചത് അവരുടെ ജീവാത്മാവിൻ്റെ സ്വർഗലബ്ധിക്ക് വേണ്ടി, പുണ്യത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവര് അനുഷ്ഠിക്കേണ്ടതായ എല്ലാ ആചാരങ്ങളും പദാനുപദം ഗരുഡ പുരാണത്തിലെ 2ാമത്തെ ഭാഗത്തിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ കർക്കിടക മാസത്തിലെ കറുത്ത വാവിന്റെ അന്ന് പിതൃതർപ്പണം കൊടുക്കാറുണ്ട്. ഇതിലൊരു മന്ത്രമുണ്ട്: മാതൃവംശീ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരു ശ്വശുരബന്ധൂനാ ഏചാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ യാത്യന്താ ഭംഗവസ്തത. ഇങ്ങനെ പറഞ്ഞ ആ മന്ത്രത്തിന്റെ തുടക്കം എന്താ? അബ്രഹ്മണോ യേ പിതൃവംശജാത അതുസ്തദാ വംശഭവാമദീയ വിശദ്വയേസ്മിൻ മമ ദാസബോധ പ്രത്യാസ്തദൈവ ആശ്രിതസേവകാശ്ച. ഇങ്ങനെ പോകുന്ന നല്ല അർത്ഥവത്തായ മന്ത്രങ്ങളും ഗരുഡ പുരാണത്തിലെ 2ാമത്തെ ഭാഗത്തില്, സെക്കൻഡ് പാർട്ടില് വ്യക്തമായിട്ട് നമുക്ക് വായിച്ച് അനുശാസിക്കാൻ
നമ്മൾ ചിത കൂട്ടുന്നത് എങ്ങനെയാണ്, അഗ്നി കൊളുത്തുന്നത് എങ്ങനെയാണ്, ചിതാഭസ്മം എവിടെയാണ് നിമജ്ജനം ചെയ്യേണ്ടത്, എന്നിട്ട് 1 മുതൽക്ക് 10 ദിവസം വരെ നമ്മൾ പുല ആചരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. വലിയ മുളക് കഴിക്കരുത്, കുരുമുളക് കഴിക്കണം, എണ്ണ കൂട്ടി ഭക്ഷണം കഴിക്കരുത്, ഉപ്പിന് സോഡിയം ക്ലോറൈഡ് പാടില്ല, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് സാധാരണ ഉപയോഗം. പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഉപ്പ് പാടില്ല, ഇന്ദുപ്പാണ്. മധുരം, പായസം അങ്ങനെയുള്ള ലക്ഷൂറിയസ് ഐറ്റങ്ങളൊന്നും 10 ദിവസം പാടില്ല. ഒറ്റ മുണ്ട കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഷേവ് ചെയ്യാൻ പാടില്ല, തലയിൽ എണ്ണ തേക്കാൻ പാടില്ല, നിലത്ത് അല്ലെങ്കിൽ തുണി വിരിച്ച് അല്ലെങ്കിൽ പുൽപ്പായയിൽ കിടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് മറ്റൊരു ഗ്രന്ഥത്തിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് പുല ആചരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ബന്ധുക്കൾ വരണം, അവരുമായിട്ട് ദുഃഖം ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ദുഃഖം ഇല്ലാണ്ടാവും. വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വേർപാടിൻ്റെ ദുഃഖം 10 ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയാണ് പിന്നീട് തികച്ചും പതിവ് പോലെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് പുല തുടങ്ങിയ കാര്യങ്ങൾ ആചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ മനുസ്മൃതിയിലുണ്ട്, ബാക്കി മുഴുവനും ഗരുഡ പുരാണത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഓർമ്മിക്കാം, രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഭാരതത്തിലെ ക്ഷേത്രങ്ങളും നദികളും പുണ്യ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, തിഥികളും മാസങ്ങളും വർഷങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഇങ്ങനെയുള്ള ആചാരങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക പുരാണത്തില് പ്രത്യേക ആചാരങ്ങൾ സാധാരണക്കാർക്ക് കൂടി അഡോപ്റ്റ് ചെയ്യാൻ പാകത്തിന് വിവരിച്ചിരിക്കുന്നതിൽ ഒരു എക്സാമ്പിളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഗരുഡ പുരാണത്തിലെ 2ാം ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ച് ജീവിതത്തിൽ അനുശാസിക്കാൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീണ്ട പ്രണാമം. നമസ്കാരം.